വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ വീണ്ടും കാണാമറയത്ത്. ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ കടുവ കാപ്പിത്തോട്ടത്തിലേക്ക് വലിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി മയക്കുവെടി വയ്ക്കാൻ. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് ചേരും അമരക്കുനിയിൽ നിന്ന്. അമരക്കുനിയിൽ ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡോക്ടർ അരുൺ സക്കറിയ തയ്യാറെടുത്ത് കഴിഞ്ഞോ? ഈ സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്നത് ഈ സംഭവം ഉണ്ടായിട്ടുള്ള ആ വീട്ടിലാണ് ഈ സമയത്ത് ഉള്ളത്. ഇത് ബിജു എന്ന് പറയുന്ന ആളുടെ വീടാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മറിയയാണ് ഈ കടുവയെ നേരിട്ട് കണ്ടത്. ആ വീട്ടിലാണ് ഞാനുള്ളത്. ഇവർ ഈ മുറിയിൽ കിടക്കുകയായിരുന്നു. ഈ മുറിയുടെ അഭിമുഖമായി തന്നെയാണ് ഈ ആട്ടിൻകൂടുള്ളത്. ഈ ആട്ടിൻകൂടിൽ 3 കുട്ടിയാടുകളും ഒരു തള്ളയാടും ഉണ്ടായിരുന്നു. നേരെ ഈ അമ്മ ഇവിടെ സെൻസർ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു പാസിംഗ് നടക്കുന്നു എന്നുള്ളത് വ്യക്തമായി. അത് തുടർന്ന് അമ്മ നോക്കുമ്പോൾ അവിടെ കടുവ നിൽക്കുന്നത് കണ്ടു. കടുവ ആടിനെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത്. ആ അമ്മയിലേക്ക് തന്നെ നമുക്ക് വേഗം പോകാം. എന്താണ് അമ്മ കണ്ടത്? ഞാനിവിടുന്ന് ജല്ലിക്കട നോക്കുമ്പം ഈ ആടിനെ കടിച്ചു വന്നിട്ട് കടുവ ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒച്ച കേട്ടോണ്ടാണ് ഞാൻ നോക്കുന്നത്, ജല്ല് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഇവിടെ വെച്ചേക്കണ നന്നായിട്ട് വെട്ടം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും ഈ കടുവേനെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടിലെ ഇങ്ങനെ കയറി പോകും. വരുന്നത് കണ്ടില്ല, ഞാൻ കയറി പോകുന്നതേ കണ്ടുള്ളൂ. അപ്പോൾ ഇതിനെ കടിച്ച് കൊന്നിട്ട് ഈ കടുവ ഈ സ്റ്റെപ്പേൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയുക. ഇവിടുന്ന് വട്ടം അങ്ങോട്ട് തിരിയുന്ന ഞാൻ കണ്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഒച്ച ഉണ്ടാക്കി, മോനെ ബിജു എനിക്ക് മോളെ നിഷമോളെ നമ്മുടെ ആടിനെ കടുവ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് അവർ പിന്നെ എണിച്ചു വന്നപ്പോഴത്തേക്കും കടുവ പോയി. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആട് ചത്ത് കിടക്കുക ചെയ്തേ. പിന്നെ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു, മോനെ മൂത്തവനെ വിളിച്ചു, അവൻ വന്നു. അപ്പോഴത്തേക്കും എല്ലാവരും വന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പിന്നെ അവർ ഒപ്പം തന്നെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഫോറസ്റ്റിൽ നിന്ന് അവരാൾക്കാർ വരുമോ, എല്ലാ കാര്യവും അവരുടെ സഹകരണമൊക്കെ നല്ല ഇതായിട്ട് തന്നെ അവരെല്ലാ കാര്യവും നല്ല ചെയ്തായിട്ട് കുട്ടികൾ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇതുങ്ങളെ എടുത്ത് ഞങ്ങൾ പിന്നെ അവരും കൂടെ വന്നേ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഒരെണ്ണത്തിന് അങ്ങോട്ട് അടുക്കളയിൽ അവിടെ റൂമിൽ വെച്ചു. ഇതുങ്ങളെ പേടിച്ച് വിറച്ചിട്ട് ഇതുങ്ങളെ ഞങ്ങൾക്ക് തള്ള പോയാറിനെ ഭയങ്കര വിഷമായിപ്പോയി. ഇതുങ്ങളിനി അങ്ങനെ ആക്കും എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് തള്ളേനെ ഇതിനെയും കൊന്നുവെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇതിനെ ഒന്നും ചെയ്തില്ല. ഇതിവിടെ അതിനകത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക ഇത്. അതേപോലെ ചുരുണ്ടുകൂടി കിടക്കുക അത് പേടിച്ചിട്ട്. ആ വിറ മാറിയിട്ടില്ല. അതാണ് ഇവരോട് ഒട്ടി തന്നെ ഈ ആട്ടിൻകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ മുഖത്തൊക്കെ ഈ തള്ളയുടെ ചോരയാണ് പടർന്നിരിക്കുന്നത്. അതാണ് അവസ്ഥ. അങ്ങനെ ആണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ കടുവ കാണാമറയത്തേക്ക് മാറിയിട്ടുണ്ട്. അതായത് നേരത്തെ വിസിബിളായി ഉണ്ടായിരുന്നു, കാപ്പിത്തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കടുവ ഇവിടെ നിന്ന് ആ വിസിബിലിറ്റിയിൽ നിന്ന് മാറി.